ഗോതയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബേസിൽ എന്ന് പറയുന്നത് ഒരു പുതുമുഖ സംവിധായകൻ കുഞ്ഞിരാമായണം ഹിറ്റാക്കി എന്ന് പറയുന്ന ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പുതിയ മാറ്റമുണ്ട്. പറഞ്ഞു തരുന്നത് അതാണ്. ആളാകെ മാറി. സ്വാഭാവികം. ഈ ലുക്കാരായിരുന്നു കറക്റ്റ് ഇത് ചെയ്ത്. നല്ല പരിപാടിയാണല്ലോ, ചെറിയ നാരിയൊക്കെ കൊടുത്ത് ഈ ഗാനം കൊടുത്തു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. പ്രേം ഇറങ്ങിയ സമയത്ത് പിന്നെ ഓർമ്മയുണ്ട്, നമ്മളൊരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇവൻ എന്തോ ഷേവ് ചെയ്യണ കാര്യം. ഷേവ് ചെയ്യണോ? ചൂടുള്ള മുക്കി തുറച്ചാൽ ഇത് അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. വളർന്നു. ഞാനൊരു വലിയ സംഭവം അല്ലേ. ട്രാൻസ്ഫോർമേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷന്റെ കാര്യമല്ല, ഇവന്റെ സംസാരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. പണ്ട് ഇവൻ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തിട്ട് നല്ല ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് അജു വർഗീസിനെ ഞാൻ ഫീൽഡ് ഔട്ട് ആക്കൂടാ എന്ന് പറഞ്ഞിട്ടാണ് കോമ്പറ്റീഷൻ അവിടെയായിരുന്നു. മെലിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചേക്കണ ഞാനും നസ്ലിനും ഒക്കെ ഇതൊക്കെ എന്ത് ശരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അജു വർഗീസിനൊക്കെ ഫീൽഡ് ഔട്ട് അങ്ങനെ നിന്റെ ഓരോ കളികളെ പറഞ്ഞിരുന്ന ആള് പെട്ടെന്ന് തലമറന്ന് എണ്ണ വയ്ക്കുന്നു. അതിന്റെ അതെ, വിനീതേട്ടൻ ഇല്ലാത്തപ്പോഴും അവിടെ ഒരു കസേര വിനീതേട്ടന് വേണ്ടി മാറ്റിണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ചെരുപ്പും ഒരു മാല. അല്ല, ഞങ്ങൾ അതിങ്ങനെ തൊട്ട് ബന്ധിച്ച് ഗുരുപൂജ. എപ്പോഴേ ബേസിലിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്, അതായത് ബേസിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിരടിയിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ടല്ല അവരോട് പറഞ്ഞത്. ബേസിന്റെ പുറത്തുള്ള ക്യാരക്ടറെ കുറിച്ചിട്ട് ആൾക്കാർ ചർച്ച ചെയ്യണോ? ഇപ്പൊ നാട്ടുകാർക്കുള്ള സ്നേഹമൊക്കെ ഈവൻ ആണോ, അതായത് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വർത്താനം പറയും, ഇങ്ങനെ ചിരിക്കുക, ഇങ്ങനെ കളിച്ചിറക്കം ചെയ്യുന്ന ഒരുത്തരാണോ ഇപ്പൊ മിന്നൽ മുരളി പോലൊരു സിനിമ ചെയ്യുന്നത്? ബേസിലിനെ കാണുന്ന സമയത്ത് ഞാൻ ബേസിലിനെ ഏറ്റവും ആദ്യമായിട്ട് എടുത്ത് കുഞ്ഞിരാമായണത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അല്ല, അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. മുടി വെട്ടാൻ വന്ന കഴിഞ്ഞപ്പോഴേ കുഴപ്പമായ ഒരു ഫോട്ടോ കൊണ്ട് വന്നത്, എനിക്കത് ആരുടെയാണെന്ന് ഓർമ്മയില്ല. ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് ഇതേപോലെ വെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ വന്നപ്പോ ഉള്ള പോലെ മുമ്പോട്ട് ഇപ്പൊ ട്രെഡ്മില്ലിൽ കുറച്ച് പേരോടും അത് കഴിഞ്ഞിട്ട് അസ്കബാർ എടുത്ത് പുഷപ്പ് എങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സൂപ്പർമാൻ പുഷപ്പ് അങ്ങനെ പുഷപ്പ് എടുത്തിട്ട് ചാടണം, ഇങ്ങനെ എന്നിട്ട് തിരിച്ചു കിട്ടുന്നത്. എന്നിട്ട് തിരിച്ചു പുഷപ്പ് എടുക്കാൻ പറ്റില്ലെങ്കിൽ മൂക്ക് കുത്തി വീഴും. ഞാൻ പോകുന്നു. ബൈ ബൈ.